ഹലോ ചേട്ടാ ഒരു ഓട്ടം പോരോ? അയ്യോ എന്റെ പൊന്നുമാനെ, ഞാനൊരു പെണ്ണ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുക. വേറെ ആരെങ്കിലും വിളിച്ചോളോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. 35 പെണ്ണ് കണ്ടു, ഇതുവരെ ഒന്നും ആയില്ല. ഇപ്പൊ ഒരു ബ്രോക്കർ ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ കാണിക്കാൻ. അന്നേരപ്പോഴാ ഓട്ടം വിളിക്കുന്നത്. ഇന്നത്തെ ദിവസം ഓട്ടം പോകാനേ എന്റെ പട്ടി. എന്റെ പൊന്നു കുഞ്ഞപ്പഞ്ചേട്ടന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്ത് വായിലേക്ക് ഇട്ടുന്നുള്ളൂ. അപ്പോഴാ കറക്റ്റ് ഒന്ന്. അല്ല, ഇത് അടിപൊളി ഡ്രസ്സാണല്ലോ. സിൽക്കിന്റെ ജുബ്ബ, കസവുള്ള മുണ്ട്. അതെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറുക്കം മാറിപ്പോകരുത്, പറഞ്ഞേക്കാം. എടാ ഇതൊക്കെ വെല്ലിച്ചിന്റെ സാധനം. അപ്പൊ വെല്ലിച്ചിന് ഇതൊക്കെ ഉപേക്ഷിച്ചോ? വെല്ലിച്ച മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ? അയ്യോ, നിങ്ങളുടെ വെല്ലിച്ച മരിച്ച കാര്യം എന്നോട് പറയാത്ത മോശമായി പോയി കേട്ടോ. പിന്നെ മൂത്ത മകനാ ഞാന്, എന്നിട്ട് വെല്ലിച്ചം മരിക്കാന്ന് എന്നോട് പറഞ്ഞില്ല. പിന്നെ വെറുതെക്കാരനായത് എന്നോട് പറയാം. അതൊക്കെ പോട്ടെ, ആ പെണ്ണിനെ കുറിച്ചൊന്ന് പറഞ്ഞു. എനിക്ക് അറിയാഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ഒരു ഹലോ. അതെ, 2 പ്രസവിച്ചതാണോ? അത് കുഴപ്പമില്ല. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അത് ഞാൻ അവൻ്റെ തല കെട്ടി വെച്ചോളാം. നീ ബ്രോക്കർ കാശ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. ആയിക്കോട്ടെ. എന്ത് വൃത്തിയാണോ മനുഷ്യ പറഞ്ഞത്? കാര്യം പറഞ്ഞ ചൊവ്വാദോഷവും കണ്ടകശനിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2ാം കെട്ടുകാരിനെ കെട്ടാന്ന് വെച്ചത്. അന്നേരം നിങ്ങൾ ഇങ്ങനെ അതിനിടയ്ക്ക് ഒരു കൊച്ചുള്ളത്, 2 കൊച്ചുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതെന്നെ അറിഞ്ഞോട്ട് പറയുന്നതാണോ? നീ ഇത് ഇവരൊക്കെ കണ്ടിച്ചിരിക്കുന്നു. നീ എന്നെ അറിഞ്ഞിട്ടാ നീ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാകാത്ത. എടാ, ഞാൻ പല ബ്രോക്കറിങ് നടത്തുന്നുള്ള കാര്യം നീ മനസ്സിലായി. എടാ, ഇതൊരു പശുക്കച്ചവടമാ. 2 കുഞ്ഞു പശുക്കളാ. പശുക്കച്ചവടം കാര്യം പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിച്ചെന്ന്. പിന്നെ നിന്റെ കാര്യത്തിൽ അങ്ങ് പോകാം. പിന്നെ വന്നു. ഹലോ. പിന്നെ മുന്നിൽ നിന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആരും ഒന്ന് നോക്കും. നല്ല രസമാണ്. എന്നാ രസമാണെന്നറിയോ? നല്ല രസമാ. മുമ്പിൽ നോക്കണം. പുറവശോ അത് ചുമ്മാ കുണ്ടും കുഴിയൊക്കെ ആയിട്ടാണ്. ആയിക്കോട്ടെ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇന്നല്ലേ എന്റെ അച്ഛന്റെ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ? ഒരു മകനെ കൊണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ ഇത് കൂട്ട് വർത്താനൊക്കെ ആണോ പറയുന്നത്? എടാ, നീ തന്നെ അറിഞ്ഞിട്ടെ. ഞാൻ മുമ്പേ പോലും നിന്നോട് ഞാൻ പറയുന്നത്. എടാ, ഇത് പാലാ ടൗണിൽ കിടക്കുന്ന 50 സെന്റ് സ്ഥലം കച്ചവടം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ, കച്ചവടം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും തെറ്റിദ്ധരിച്ചു. ഒരു തെറ്റിദ്ധാരണ. ചുമ്മാ അങ്ങ് തെറ്റിദ്ധരിച്ചോളൂ. നീ ഒരു കാര്യം ചെയ്യ്, ആ മൂക്ക് നിക്കർ എടുത്ത് വെച്ച്. മൂക്ക് നിക്കറോ? എടാ, കൊറോണയും കോവിഡും ഒക്കെ ഉള്ള കാലമാണ്. നീ ആ മൂക്ക് നിക്കർ എടുത്ത് വെച്ച്. അത് ഞാൻ അവിടെ ചെന്ന് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വെച്ചോളാം. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുന്നതിന് ഈ മീശയെല്ലാം കൂടെ ഏറ്റു കുന്തം പോലെ അങ്ങ് നിൽക്കുന്നേ. അവന്റെ മീശയെ കുന്തം പോലെ നിൽക്കുന്നത്. അണ്ണാൻ കൂട് കൂട്ടാൻ ചകിരിതാരി കൊണ്ട് പോകുന്ന പോലെയാണ് മീശയിരിക്കുന്നത്. എന്നിട്ടാ ഇനി അത് കുന്തം പോലെ നിൽക്കുന്നത്. രാശേഷേ അവരാണോ? എടാ, പെണ്ണിന്റെ അപ്പനാണോ വിളിക്കുന്നത്? പെട്ടെന്ന് നമ്മൾ എവിടെ എത്തിന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. കാണിക്കാതെ. ഹലോ, ഞാനാന്നേ തളർന്ന് കുഞ്ഞപ്പനാ കേട്ടോ. അതെ. അല്ല, ഞങ്ങളിപ്പോൾ വരുവാ. അവൻ്റെ ഇപ്പോൾ വണ്ടിയാ കയറി അങ്ങോട്ട് റെഡി ആകുന്ന താമസമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ തന്നെ അങ്ങ് വരും. അരമണിക്കൂർ കേട്ടോ. ആയിക്കോട്ടെ. എടാ രാജേഷേ, നിന്റെ മുമ്പേ ഓട്ടം വിളിച്ച ആ പിള്ളേരൊക്കെ വേറെ വണ്ടി വിളിച്ച് പോയോ? അവരെല്ലാരും പോയി. ഒരു മനുഷ്യന്റെ ശല്യം ഇനി ഉണ്ടാകില്ല. നമുക്ക് ധൈര്യമായിട്ട് പോകാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവരെ വിളിച്ചിട്ട് പറ ഞാൻ തന്നെ ഓട്ടം വരാന്ന്. നീ അങ്ങ് പറ. അല്ല, ഞാൻ രാവിലെ പോയി നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടല്ലേ എല്ലാവരും പറ്റിയല്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തത്. ഇനി ഞാൻ അവരോട് എങ്ങനെ പറയും ഞാൻ ഓട്ടം വരാമെന്ന് പറഞ്ഞു? അത്രയ്ക്ക് മോശക്കാരനാണോ ഞാൻ? എടാ രാജേഷേ, ആ പെണ്ണിന്റെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു എന്നാന്നറിയാവോ? അവൾ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ഒരു ലോറിക്കാരൻ്റെ കൂടെ ഹൈദരാബാദിന്റെ ഒരു നീണ്ട ഓട്ടം പോയതാ. പോയിട്ട് വരട്ടെന്ന്. എന്റെ പൊന്നെ, അപ്പൊ എന്റെ ഈ കല്യാണ ജീവിതവും ഗോവിന്ദ.